വെൽക്കം ടു മാത്തമാറ്റിക്സ് ക്ലാസ്. നമ്മൾ എക്കണോമിക്സിന് കഴിഞ്ഞ ഒരു 3-4 വീഡിയോയിലായിട്ട് ഇൻ്റഗ്രേഷൻ്റെ ഇൻട്രൊഡക്ഷനും അതിൽ ഇൻ്റഗ്രേഷൻ സ്റ്റാൻഡേർഡ് ഫങ്ഷൻസ് ഇൻ്റഗ്രേഷൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ കാണാൻ, അതുപോലെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്, ദെൻ ഇനി അതിൽ ബാക്കിയുള്ളത് ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ഉണ്ട്. ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ, അപ്പോൾ അതെടുക്കുന്നതിന് മുന്നേ ഞാൻ പിന്നെ നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കൊടുക്കാനുണ്ട്. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷന് പഠിക്കുന്നതിന് മുന്നേ ഞാൻ ഇതുവരെ പഠിച്ചതിലെ കുറച്ചും കൂടി പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കുക. കുറച്ചും കൂടി പ്രോബ്ലം ചെയ്തതിന് ശേഷം നമുക്ക് എന്തിലേക്ക് കിടക്കുക, ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എടുക്കുക. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് ദ ഫോം ഇൻ്റഗ്രൽ a to b f of x dx. നേരത്തെ നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ് ആദ്യം പഠിച്ചത്, വെറും ഇൻ്റഗ്രൽ f of x dx ആ ടൈപ്പ് മാത്രം. ഇൻ്റഗ്രലിന് ഇൻ്റഗ്രൽ a to b എന്നൊന്നും ലിമിറ്റ് ഒന്നും കൊടുക്കാതെ, അതാണ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എയും ബിയും അപ്പുറത്ത് കൊടുത്തിരുന്നത് ഈ ടൈപ്പ്. ഇപ്പോൾ ഇങ്ങനെ f of x dx ഇത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്, ഇതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ f of x dx. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ, അതിൻ്റെയും മുന്നേ നമുക്ക് കുറച്ച് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, പ്രോബ്ലംസ് ചെയ്യാൻ. അപ്പോൾ അതിന് മുന്നേ നമ്മളൊന്നും കൂടി റീകോൾ ചെയ്യുകയാണ്. ഇൻ്റഗ്രൽ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഇതെന്താ വരിക, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഇയാൾക്ക് ഒരു ടീന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഇത് ഡി ടി ആയി മാറും. എഫ് ഓഫ് എക്സിന് ടി കൊടുത്താൽ എഫ് ഓഫ് എക്സ് ടി ആയാൽ എഫ് ഡാഷ് എക്സ് എന്തായി മാറും, ഡി ടി ആയി മാറും. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡി ടി ബൈ ഡി എക്സ് ആ വരിക. ഡി ടി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് എന്ന് വരും. അപ്പോൾ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ടിനെ അവിടെ നിർത്തിയാൽ എഫ് ഡാഷ് എക്സ് ഡി എക്സ് എന്ന് വരും. എഫ് ഡാഷ് എക്സ് ഡി എക്സ്. അപ്പോൾ ഈ ചോദ്യത്തിന് ഐ എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ ഇൻ്റഗ്രൽ എന്തായി മാറുന്ന, ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ഡി എക്സ് എന്തായി മാറും. മുകളിൽ തന്നെയാണ് എഫ് ഡാഷ് എക്സും ഡി എക്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് വിചാരിക്കുക. എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്തായി മാറും, ഡി ടി ആവും. ഡി ടി ബൈ ടി. വാട്ട് ഈസ് ഇൻ്റഗ്രൽ 1/t dt? ഇത് എന്താ ശരിക്കും, ഇത് ഇൻ്റഗ്രൽ 1/t dt ആണ് ശരിക്കും. ഇത് ഇങ്ങനെ എഴുതിയാലൊക്കെ സെയിം തന്നെയാണ്. ഡി ടി ബൈ ടി എന്ന് പറഞ്ഞാൽ ഡി ടി ഇൻറ്റു 1/t എന്നാണ്. ഡി ടി ഇൻറ്റു 1/t അല്ലെ 1/t ഇൻറ്റു ഡി ടി ഒക്കെ പറയാം. ഇൻ്റഗ്രൽ 1/t dt ഈസ് ലോഗ് മോഡ് ടി പ്ലസ് സി എന്ന് വരും, വിച്ച് ഈസ് ഈക്വൾ ടു ലോഗ് മോഡ് ടിക്ക് പകരം തിരിച്ച് ആരെ തന്നെ കൊടുക്കുക, എഫ് ഓഫ് എക്സ് തന്നെ കൊടുക്കുക. എഫ് ഓഫ് എക്സ് പ്ലസ് സി. ഒരു എക്സാമ്പിൾ, ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ ഇൻ്റഗ്രൽ കോസ് എക്സ് ബൈ സോറി നിങ്ങൾക്ക് കോസും സൈനൊന്നും ഇല്ലല്ലോ അല്ലേ, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഇല്ല. ഓക്കെ, ഞാൻ വേറൊരു എക്സാമ്പിൾ എടുത്ത് ഒരു എക്സ് സ്ക്വയർ ബൈ ഇതിൻ്റെ ഡെറിവേറ്റീവാ എക്സ് ക്യൂബ് 3x സ്ക്വയർ ബൈ എക്സ് ക്യൂബ് ഡി എക്സ്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവാണ് 3x സ്ക്വയർ. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവാണ് 3x സ്ക്വയർ. അതുകൊണ്ട് എനിക്ക് ഇതിന് എന്തെന്ന് പറയാമെന്നറിയാം, ലോഗ് മോഡ് എക്സ് ക്യൂബ് പ്ലസ് സി എന്ന് പറയാം. ലോഗ് മോഡ് എക്സ് ക്യൂബ് പ്ലസ് സി. കാരണം എന്താ അറിയോ, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവാണ് 3x സ്ക്വയർ. അപ്പോൾ ഇത് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷനാണ്. എക്സ് ക്യൂബാണ് ആര്, എഫ് ഓഫ് എക്സ്. 3x സ്ക്വയർ ആണ് ആര്, അതിൻ്റെ ഡെറിവേറ്റീവായ എഫ് ഡാഷ് എക്സ്. അപ്പോൾ എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫോമിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ പറയാം. ഇനി വേറൊരു റിസൾട്ട്, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടുമെന്ന് പറഞ്ഞത്, ഇത് ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നും കൂടി റീകോൾ ചെയ്യാന്നേ ഉള്ളൂ. രണ്ടാമത്തത് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഹോൾ റൈസ് ടു എൻ ഇൻറ്റു എഫ് ഡാഷ് എക്സ് ഡി എക്സ്. ഇതെന്ത് വരും, ഇത് ഇതേപോലെ എഫ് ഓഫ് എക്സിന് ടി എന്ന് കൊടുത്താൽ ടി റൈസ് ടു എൻ ഡി ടി എന്നാണ് വരിക. ഇൻ്റഗ്രൽ ടി റൈസ് ടു എൻ ഡി ടി എന്ന് വരും. ടി ആയിരിക്കാം കൊടുക്കുക, എഫ് ഓഫ് എക്സിന് ടി കൊടുക്കുക. അപ്പോൾ ടി റൈസ് ടു എൻ ഇത് ഡി ടി ആയി മാറും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ, ടി റൈസ് ടു n+1 ബൈ n+1 പ്ലസ് സി. ദാറ്റ് ഈസ് ടി എന്താ, എഫ് ഓഫ് എക്സ് തന്നെ. എഫ് ഓഫ് എക്സ് റൈസ് ടു n+1 ബൈ n+1 പ്ലസ് സി. ഒരു എക്സാമ്പിൾ എന്താ, നമുക്ക് ഇൻ്റഗ്രൽ എന്താ എക്സ് സ്ക്വയർ, ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് 5x ഹോൾ റൈസ് ടു 3/2 ഇൻറ്റു 2x പ്ലസ് 5 dx.
ഇതൊക്കെ കാണുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കും. വലിയ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ഒക്കെ ചെയ്യണമല്ലോ, ഒരു ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷൻ പ്രൊഡക്റ്റ് ആണല്ലോ എന്നൊക്കെ. അപ്പോൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണോ എന്നാണ് എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത്. സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണോ? സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണെന്ന് എന്ത് ചെയ്താൽ ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ടായാൽ മതി. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെയുള്ള ഫംഗ്ഷൻ ഇതിൻ്റെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണിത്. ഇനി നേരിട്ട് ഡെറിവേറ്റീവ് ആണ്, അതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് തന്നെയാണ്. ഇതിന് ഡെറിവേറ്റീവ് തന്നെ ഇവിടെ വരണമെന്നില്ല, അതിൻ്റെ മൾട്ടിപ്പിൾ ആയാലും മതി. ഇവിടെ 2x + 5 പകരം x + 5/2 എന്നോ അല്ലെങ്കിൽ 4x + 10 എന്നോ ഇതിൻ്റെ ഇരട്ടിയായ ഇതിനെ രണ്ടുകൊണ്ട് ഗുണിച്ച 4x + 10 ആയാലും മതി. ഇതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ഇവിടെ വന്നാൽ മതി. ഇതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ മൾട്ടിപ്പിൾ, ഇതിൻ്റെ ഡെറിവേറ്റീവ് ആയ 2x + 5, ആ 2x + 5 ഒന്നുകിൽ 2x + 5 തന്നെ വരിക, അതാണ് ഏറ്റവും എളുപ്പം. ഇനി അതല്ല, അതിൻ്റെ മൾട്ടിപ്പിൾസ് ചിലപ്പോൾ 4x + 10 അല്ലെങ്കിൽ 6x + 15 അല്ലെങ്കിൽ 10 കൊണ്ട് ഗുണിച്ചിട്ട് 20x + 50, അങ്ങനെ എന്തെങ്കിലും ഒരു മൾട്ടിപ്പിൾ ഇവിടെ വന്നാൽ മതി. എന്തായാലും ഇയാളുടെ ഡെറിവേറ്റീവാണിത്. അതുകൊണ്ട് തന്നെ ഇത് f(x) റേസ് ടു n ആയിട്ട് എന്ത് നാച്ചുറൽ നമ്പർ തന്നെ വരണമെന്നൊന്നുമില്ല. ഇവിടെ n എന്നാണ് ഉപയോഗിച്ചെങ്കിലും നാച്ചുറൽ നമ്പർ തന്നെ വരണം. 5, 6, 8, 10 തന്നെ വരണമെന്നൊന്നുമില്ല. 3/2, 1.5 അതൊക്കെ വരാം. റാഷണൽ നമ്പറൊക്കെ വരാം. നെഗറ്റീവും വരാം കേട്ടോ, -3/2 വരാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക വെച്ചാൽ f(x) റേസ് ടു n+1/n+1 + c. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക x² + 5x ഹോൾ റേസ് ടു 3/2 + 1/3/2 + 1 + c. ഇത് ചെറുതാക്കിയാൽ ആൻസറായി. ദാറ്റ് ഈസ് 5/2/5/2 + c എന്ന് വരും. ഇനി അതല്ല, ഇതിൻ്റെ ചോദ്യത്തിൽ -3/2 എന്നായിരുന്നെങ്കിൽ ഇവിടെ -3/2, ഇവിടെ -3/2 എന്ന് വരും. അപ്പോൾ ആൻസർ വരിക x² + 5x ഹോൾ റേസ് ടു -3/2ക്ക് 1 കൂട്ടിയാൽ -1/2ക്ക് 1 കൂട്ടിയാൽ -1/2ക്ക് 1 കൂട്ടിയാൽ -1/2 + c. ഇതൊന്നും കൂടി നന്നാക്കി എഴുതാം. /1/2 എന്ന് പറഞ്ഞാൽ × 2 ആണ്. x/1/2 എന്ന് പറഞ്ഞാൽ എന്താ? 2x ആണ്. 2 മുകളിലെത്തും. /1/2 എന്ന് പറഞ്ഞാൽ × 2 ആണ്. × 2x ആവും. /1/2 എന്നുള്ളത് × 2 ആവും. അപ്പോൾ 2 ഒരു നെഗറ്റീവ് ഉണ്ടാവും. -2 × x² + 5x ഹോൾ റേസ് ടു -1/2 + c എന്ന് വരും. ഇതാണ് ആൻസർ. അപ്പോൾ 2 റിസൾട്ടായി. ഇനി മൂന്നാമത്തത് ഇതേപോലെ നമുക്ക് റൂട്ടിൻ്റെതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് തന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിലേക്ക് എഴുതിയെടുത്തിട്ടുണ്ട്, ഒരു പേപ്പറിൽ എഴുതിയെടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന കുറേ ക്വസ്റ്റ്യൻ, ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, ഇഷ്ടംപോലെ 10,000 ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ലോഗും ഇതൊക്കെ മാത്രം വെക്കുമ്പോൾ കുറേ റെസ്ട്രിക്ഷൻ ഉണ്ട്. ചില ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ എന്താ വെച്ചാൽ നിങ്ങളുടെ ബുക്കിലുള്ള വേറെ ഇതൊക്കെ കൂടി ആകുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷനും ഇതൊക്കെ കൂടിയായിട്ട് ആകെ കുറേ പഠിക്കാനൊക്കെ ഉള്ളതായി തോന്നും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് തന്ന മെറ്റീരിയലിലുള്ള അതേ സാധനം തന്നെ ഞാൻ ഇവിടെ ചെയ്യുക. അപ്പോൾ രണ്ടും കൂടി കണക്ട് ചെയ്ത് പഠിക്കുക. ഈ വീഡിയോ കാണും ചെയ്യുക, എന്നിട്ട് ആ മെറ്റീരിയലും വായിച്ച് നോക്കുക. ഒക്കെ കൂടി ആകുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അതിൽ തന്നെയുള്ള പ്രോബ്ലംസ് ആയിക്കോട്ടെ. അപ്പോൾ ഒരു പ്രോബ്ലം ഇതാണ്. ഓക്കെ, ഇനി വേറെ മൂന്നാമത്തായിട്ട് നമുക്ക് ഇതും കൂടി പറയട്ടെ. f(x) ഡിവൈഡഡ് ബൈ √f(x) f'(x) ഡിവൈഡഡ് ബൈ f'(x) ആണിത്. f'(x) ബൈ √f(x) dx ഈസ് ഈക്വൽ ടു, ഇങ്ങനെയും പറയാം. ഇതും ശരിക്കും എന്തെന്നാണ്, ഇത് ശരിക്കും ഏത് ഫോമിൽ തന്നെയാണ് അറിയാം. ഇത് കണ്ടാൽ ഇത് താഴെയാണ് ആളുള്ളതെങ്കിലും ഇതിന് നിങ്ങൾക്ക് ഇങ്ങനെ വിചാരിക്കുക, f(x) റേസ് ടു -1/2 f'(x) dx എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക f(x) റേസ് ടു -1/2 + 1/(-1/2 + c എന്ന് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു f(x) റേസ് ടു -1/2ക്ക് 1 കൂട്ടിയ +1/2 -1/2 + 1 ഇത് ഡിവൈഡഡ് ബൈ 1/2 എന്ന് വരും. ദാറ്റ് ഈസ് × 2 ആവും + c വിച്ച് ഈസ് ഈക്വൽ ടു 2√f(x) + c എന്ന് വരും. അപ്പോൾ ഇതൊക്കെ ഒരു തിയറി പോലെയാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കുക. ഒരു എക്സാമ്പിൾ ഇവിടെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവും ഡിവൈഡ് ബൈ √ ഓഫ് ആ ഫംഗ്ഷനും, √ ഒരു ഫംഗ്ഷൻ x² + 5x, √ x² + 5x അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ 2x + 5 dx. അപ്പോൾ ഈ റിസൾട്ട് വെച്ചിട്ട് ഈ മൂന്നാമത്തെ റിസൾട്ട് നിങ്ങൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ, ഈ മൂന്നാമത്തെ റിസൾട്ട് നിങ്ങൾ വേണമെങ്കിൽ കാണാതെ പഠിക്കാൻ, ആവശ്യക്കാർ മാത്രം കാണാതെ പഠിക്കുക, അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യുക, ബുദ്ധിമുട്ടുള്ളവർ മാത്രം കാണാതെ പഠിക്കുക, അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യുക, ഈ റിസൾട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത്. √f(x) എന്ന് പറഞ്ഞാൽ എന്താ, f(x) റേസ് ടു 1/2 ആണ്. അത് മുകളിലെത്തുമ്പോൾ എന്താവും, f(x) റേസ് ടു -1/2 ആവും. ഇപ്പോൾ ഏതിലായി, നമ്മുടെ രണ്ടാമത് പറഞ്ഞ റിസൾട്ടിൽ എത്തി. f(x) റേസ് ടു n f'(x) dx ഫോമിൽ. അപ്പോൾ f(x) റേസ് ടു n+1/n+1 + c. അപ്പോൾ ഇത് കിട്ടും. എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ രണ്ടാമത്തെ റിസൾട്ടിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു
രണ്ടാമത്തെ റിസൾട്ടിൻ്റെ ഒരു പർട്ടിക്കുലർ കേസാണ് മൂന്നാമത്തെ റിസൾട്ട്. ഇതിനെ ഞാൻ മൂന്നാമത്തെ നമ്പർ ഇട്ടണമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് രണ്ടാമത്തെ നമ്പറിലുള്ള ഒരു രണ്ടാമത്തെ റിസൾട്ടിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ്. ഓക്കെ, മൂന്നാമത്തെ നമ്പർ ഇട്ടാലും ഇനി വേണമെങ്കിൽ മൂന്നാമത്തെ വേറെ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്ത് വെക്കാം. ഓക്കെ, ഇതെന്താ സാധനം ശരിക്കും 2√f(x) + c ആണ്. ഇത് അവിടെ ഉണ്ട്, 2√f(x) + c ആണിത്. ഇതൊരു റിസൾട്ടാണ്, മൂന്നാമത്തെ റിസൾട്ടായിട്ട് വേണം കണ്ടെത്തുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2√f(x) x² + 5x + c ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ബുക്കിലുള്ള നിങ്ങൾക്ക് ഞാൻ തന്ന മെറ്റീരിയലിലുള്ള ചില ചോദ്യങ്ങളും എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഞാൻ എടുത്തു വെച്ചാൽ നിങ്ങളെ ലെവലിലുള്ള മാത്രം, എക്കണോമിക്സിൻ്റെ ലെവലിലുള്ള മാത്രം, അല്ലാതെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കുറച്ചൊന്ന് ചിന്തിക്കാനുള്ളതൊന്നും എടുത്തില്ല. അതൊന്നും എക്സാമിന് ചോദിക്കാറില്ല. ഞാൻ പറയുന്ന മാക്സിമം ഞാൻ ഈ ചെയ്യുന്ന ലെവലിലുള്ള ചോദ്യങ്ങളെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുള്ളൂ, ഞാൻ ഗ്യാരണ്ടി തരാം. അല്ലാതെ അതിൽ കൂടുതൽ കുറച്ചുകൂടി ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രിക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ എഴുതി എന്നിട്ടൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നും സാധാരണ എക്കണോമിക്സിൻ്റെ ബോർഡ് എക്സാം, യൂണിവേഴ്സിറ്റി എക്സാമിനൊന്നും ചോദിക്കാറില്ല. നല്ല ചോദ്യങ്ങളൊക്കെ ഉണ്ടാകണം, അതൊക്കെ എൻട്രൻസ് എക്സാമുകൾക്കൊക്കെ ചോദിക്കും. അപ്പം എഞ്ചിനീയറിംഗ് എൻട്രൻസിന് ഇങ്ങനത്തെ ചോദ്യങ്ങളുണ്ടാവും. അത് അവർക്ക് 30 സെക്കൻഡ് സമയം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ആ മെറ്റീരിയലിൽ നോക്കിയാൽ മതി, കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ് ഈ എഞ്ചിനീയറിംഗ് എൻട്രൻസിനൊക്കെ ചോദിക്കുന്നത്. അതിന് വെറും 30 സെക്കൻഡ് അല്ലെ 1 മിനിറ്റൊക്കെയാണ് മാക്സിമം അത് ചെയ്യാൻ ടൈം കൊടുക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ടാവും, ABCD എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം പല പല ട്രിക്ക് മെത്തഡുകൾ ഉപയോഗിച്ചിട്ടാണ് അവരത് ചെയ്യുക. അത് മെയിൻ മാത്സ് പഠിക്കുന്ന അല്ലെങ്കിൽ +2 സയൻസ് ഒക്കെ പഠിക്കുന്നവർക്കാണ്. ഇപ്പോൾ സയൻസ് മേലെ മാത്സ് അത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ആണല്ലോ എക്കണോമിക്സിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ലെവലിൽ നിങ്ങൾ എക്സാമിന് ചോദിക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ആ ബുക്കിലുള്ള നിങ്ങൾക്ക് തന്ന മെറ്റീരിയലിൻ്റെ എല്ലാ ചോദ്യങ്ങളൊന്നും നിങ്ങൾക്ക് ചോദിക്കുന്ന ടൈപ്പല്ല. അതിൽ കുറച്ച് പകുതി ലെവലിൽ വരുന്നതേ ഉള്ളൂ. ആ ചോദ്യങ്ങളാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം 3x² - 4 whole integrate the following with respect to x. ഒരു സാധനം നോക്ക്, ഇൻ്റഗ്രേറ്റിംഗ് ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമായിട്ട് ഇങ്ങനെ വന്നത് 3x² - 4 whole cube into 6x. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇനി രണ്ട് ഇൻ്റഗ്രൽ ഇല്ല, വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ്. റൂട്ട് ഓഫ് 3x² - 4 6x into 6x. റൂട്ട് ഇവിടെ വരെ ഉള്ളൂ, പിന്നെ ഇൻറ്റു 6x. ഇവിടെ ബ്രാക്കറ്റ് ഒന്ന് ഇട്ടില്ലേലും മനസ്സിലാക്കണത് റൂട്ട് ഇതുവരെ ഉള്ളൂ, അപ്പോൾ ഇത് 6x വേറെയാണെന്ന്. അപ്പോൾ ഇതേമാതിരി ഇങ്ങനെ ചോദിച്ചാൽ എന്താണ് ഇവിടുത്തെ ഉദ്ദേശം? ഇൻ്റഗ്രേറ്റ് ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ചോദ്യം ശരിക്കും ക്വസ്റ്റ്യൻ ഈസ് ഇൻ്റഗ്രൽ 3x² - 4 whole cube into 6x dx. ഇതാണ് ഉദ്ദേശം. അപ്പോൾ പരീക്ഷയ്ക്കും ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ കാണാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഇൻ്റഗ്രലിൻ്റെ റൊട്ടേഷൻ ഒന്നും ഉണ്ടാവില്ല, ഇങ്ങനെ ആവും ചോദിച്ചിട്ടുണ്ടാവുക. ഇൻ്റഗ്രേറ്റ് ദ ഫോളോയിങ് ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നിട്ട് ഇങ്ങനെ ഒരു സാധനം തരും. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഇൻ്റഗ്രേറ്റിൻ്റെ ചിഹ്നം തന്നില്ലല്ലോ, പിന്നെ ഇവിടെ എങ്ങനെ ഇൻ്റഗ്രേഷൻ ആവുകയെന്ന് വിചാരിക്കേണ്ട. ചില ആൾക്കാരെങ്കിലും അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. നിങ്ങൾ വിചാരിക്കും എന്തിനാ അങ്ങനെയൊക്കെ പറയണമെന്ന്. ഞാനിപ്പോൾ പേപ്പർ നോക്കുന്ന ഇതിലാണ് ഉള്ളത്, എന്തൊക്കെയാണ് ഇപ്പോൾ പേപ്പറിലൊക്കെ പൊട്ടത്തരം എഴുതി വെക്കുക എന്നുള്ളത് അറിയാം. അതേപോലെ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ x² + e raised to x into 2x എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം തരും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക വേണ്ടത്. അതേമാതിരി ഇവിടെ ഇൻ്റഗ്രേറ്റ് വിത്ത് ഫോളോയിങ് തന്നെ ഈ സാധനം തന്നാൽ അതിൻ്റെ അർത്ഥം ഇതാണ് ചോദ്യം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെയും ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ്, അല്ലെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദിസ് എന്ന് പറഞ്ഞിട്ടും ചോദിക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇൻ്റഗ്രലിൻ്റെ നൊട്ടേഷനൊക്കെ തന്ന് dx ഒക്കെ തന്നിട്ട് ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയും ചോദിക്കാം. രണ്ടിനും ഇൻ്റഗ്രേറ്റ് ചെയ്യാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ നോക്ക് 3x² - 4ൻ്റെ ഡെറിവേറ്റീവ് ആണ് 6x എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 3x² - 4ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 3x² എന്ന് പറഞ്ഞാൽ 3 × 2x, 3 × 2x, 6x - 0 6x അല്ലേ? അപ്പോൾ ഇതിൻ്റെ f(x) raised to n into f(x) dx ഫോമിലാണ് ഇതുള്ളത്. അപ്പോൾ we know that d/dx of 3x² - 4 whole cube കണ്ടോ, ഇത് മാത്രം is equal to 6x. and also integral f(x) raised to n into f(x) dx is equal to f(x) raised to n + 1 divided by n + 1 plus c. Therefore this answer is integral, ഈ ചോദ്യം കണ്ടെടുത്ത് എഴുതുക, ഈ ചോദ്യം is equal to എന്താ വരിക ആൻസർ? 3x² - 4 whole raised to n + 1 3 + 1 by 3 + 1 plus c. This is the
ആൻസർ. 3x square minus 4 whole ratio 4/4 plus c. അതാണ്. ഓക്കെ, ഇത് 4 ആക്കുക. 4/4 plus c. ഇനി ഇതെങ്ങനെ ചെയ്യാം? ഇതും നമ്മളിപ്പം പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇതിൻ്റെ റൂട്ടാണ്. അപ്പോൾ റൂട്ടിന് എന്തായിരുന്നു ആൻസർ? റൂട്ടായപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് 3x square minus 4 into 6x dx ആണ്. നമുക്കറിയാം റൂട്ട് ഇത് ഫോർമുല റൂട്ട് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് ഡി എക്സ് ഫോർമുല. ഇതും എന്ത് തന്നെയാണ് ശരിക്കും? ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് റേസ് ടു റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? 1/2 ആണ്. 1/2 ഇൻറ്റു എഫ് ഡാഷ് എക്സ് ഡി എക്സ് ആ, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് റേസ് ടു 1/2ൻ്റെ ഇൻ്റഗ്രൽ 1/2 എഫ് ഓഫ് എക്സ് റേസ് ടു 1/2 പ്ലസ് 1/2 പ്ലസ് 1 എന്ന് വരും പ്ലസ് സി അല്ലേ? അപ്പം ഇവിടെ എങ്ങനെ എഴുതുക? പുട്ട് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x square minus 4 ദെൻ എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു 6x അല്ലേ? എഫ് ഓഫ് എക്സ് ആയിട്ട് ഉള്ളിലുള്ള ആളെടുക്കുക, ഉള്ളിലുള്ള ആളെ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ പുറമെയുള്ള ആൾ എഫ് ഡാഷ് എക്സ് ആവും. അപ്പം നമ്മൾ ഇൻ്റഗ്രൽ ബിക്കംസ് ഐ എന്ന് കൊടുക്കുക പേര്. ഐ ബിക്കംസ് ഓക്കെ ലെറ്റ് ഐ. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം എടുത്ത് എഴുതുക. ആൻസർ ബുക്കിലേക്ക് ക്വസ്റ്റ്യൻ ആദ്യം എടുത്ത് എഴുതുക. ലെറ്റ് ഐ ഈക്വൽ ടു ദിസ്. ഒരു പേര് കൊടുക്കുക. നമ്മൾ ഇൻ്റഗ്രലിന് ഒരു പേര് കൊടുക്കുന്നത് നല്ലതാണ്. എഴുതുമ്പോൾ റീഡബിൾ ആവാൻ വളരെ നല്ലതാണ്. അപ്പോൾ ചോദ്യത്തിന് പേരൊന്നും ഇല്ലെങ്കിൽ ഇൻ്റഗ്രലിന് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ പേര് തരും. ചിലപ്പോൾ ഐന്നോ അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്നോ അങ്ങനെ എന്തെങ്കിലും പേര് തരും. ഞാൻ ഒന്നും തന്നില്ലെങ്കിൽ ലെറ്റ് ഐ ഈക്വൽ ടു ദിസ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഐ എന്ത് വരും? റൂട്ട് ഓഫ് ഇതിന് എഫ് ഓഫ് എക്സ് ആയതുകൊണ്ട് റൂട്ട് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇതെന്താ? എഫ് ഡാഷ് എക്സ് ഡി എക്സ്. ഇതെന്താ സാധനം? എഫ് ഓഫ് എക്സ് റേസ് ടു 1/2 അല്ലേ? റൂട്ട് എന്ന് പറഞ്ഞാൽ റേസ് ടു 1/2 ആണ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഹോൾ റേസ് ടു എൻ എഫ് ഡാഷ് എക്സ് ഡി എക്സ്. അത് ഇവിടെ ആ റിസൾട്ട് ഇവിടെ സൈഡിൽ എഴുതുക. ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് റേസ് ടു എൻ എഫ് ഡാഷ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് റേസ് ടു n + 1/n + 1 + c എന്നുള്ള റിസൾട്ട് ഇവിടെ എഴുതി വെക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് റേസ് ടു n + 1/n + 1 + c വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് റേസ് ടു 1/2ലേക്ക് 1 കൂട്ടിയാൽ 3/2 + c വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിന് പകരം തിരിച്ചു കൊടുക്കുക, ആളെ കൊടുക്കുക. എന്താ എഫ് ഓഫ് എക്സ്? 3x square minus 4 whole ratio 3/2 by 3/2 എന്നുള്ളതിനെ നമുക്ക് ഒന്നുകൂടി നന്നാക്കി മുകളിലേക്ക് കൊണ്ടുവരാം. ഡിവൈഡഡ് ബൈ 3/2 എന്താവും? ഇൻറ്റു 2/3 ആവും. ഇവിടെ 2/3 ആവും. ഇത് മുകളിലേക്ക് വരുമ്പോൾ തല തിരിഞ്ഞു വരും. ഓക്കെ, a/b ഡിവൈഡഡ് ബൈ c/d എന്നുള്ളത് എന്തായി മാറും അറിയോ? a/b ഇൻറ്റു ഇത് തിരിച്ചെഴുതിയാൽ മതി d/c. c/dനെ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ d/c ആക്കിയാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, ഒക്കെ എഴുതി വെക്കുക. ഇതൊക്കെ ആവശ്യം വരും നിങ്ങൾക്ക്. ചെറിയ PSC എക്സാമുകളൊക്കെ എഴുതുമ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും. അപ്പോൾ ഇതാണ് സാധനം. 2/3 ഇൻറ്റു 3x square minus 4 whole ratio 3/2 + c ഈസ് ദ ആൻസർ. ഈ പ്ലസ് സി എപ്പോഴും ഉണ്ടാവും കേട്ടോ. ആർക്ക്? ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ. ഇതുവരെ നമ്മൾ പറയുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ തൊട്ട് മുന്നേ വരെ പറയുന്നതൊക്കെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. അതിലൊക്കെ സി ഉണ്ടാവും. ഡെഫിനിറ്റിൽ സി ഉണ്ടാവില്ല. ഡെഫിനിറ്റിൽ സി മുകളിലും താഴെയും ആയിട്ട് ക്യാൻസലായി പോകും. മുകളിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ 2 സി ഉണ്ടാവും. 2 സിയും ക്യാൻസലായിട്ട് ഡെഫിനിറ്റിൽ സി ഉണ്ടാവില്ല. ഇൻഡെഫിനിറ്റിലൊക്കെ എപ്പോഴും സി ഉണ്ടാവുക, ശ്രദ്ധിക്കുക. എന്താണ് അത്? സി ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ. സീറോൻ്റെ ഇൻ്റഗ്രൽ എന്താ? ഇൻ്റഗ്രൽ 0 dx എന്താ? ക്ലിയർലി 0. ഇൻ്റഗ്രൽ 0 dx ഈസ് 0. ഇനി ഇൻ്റഗ്രൽ 1/2x ആണെങ്കിലോ നമുക്കറിയാം 1/2നെ പുറത്തെടുക്കുക. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1/x dx വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1/x എന്താ? log x + c. 1/2 ഇൻറ്റു log x + c. ഇതൊക്കെ ഓരോരോ ചോദ്യങ്ങൾ ഉത്തരമായി. ഇനി വേറൊരു എക്സാമ്പിൾ x + 2 ഇൻ്റഗ്രൽ x + 2 dx എന്താ? അതൊക്കെ ബ്രാക്കറ്റ് നിർബന്ധം കേട്ടോ. x + 2 എന്ന് എഴുതിയപ്പോൾ വെറുതെ ഇങ്ങനെ എഴുതി വെക്കരുത്. ചില ആൾക്കാരുണ്ട് എത്ര ആയാലും ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്ന ആൾക്കാർ. x + 2 എന്ന് പറയുമ്പോൾ ഇത് എന്തായി പോയി? x + 2 dx എന്നായി. അതല്ല, x + 2 ഇൻറ്റു dx എന്നാണ്. രണ്ടാക്കും കൂടിയാണ് dx. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഇൻ്റഗ്രൽ x dx പ്ലസ് ഇൻ്റഗ്രൽ 2 dx എന്ന് എഴുതാം. ഇതിനെ f + g ഇൻ്റഗ്രൽ f + g dxനെ ഇൻ്റഗ്രൽ f dx പ്ലസ് ഇൻ്റഗ്രൽ g dx എന്ന് എഴുതാം. ഇൻ്റഗ്രൽ f + g ഈസ് ഇൻ്റഗ്രൽ f പ്ലസ് ഇൻ്റഗ്രൽ g. ഇൻ്റഗ്രൽ x dx എന്താ? x²/2 പ്ലസ് ഇൻ്റഗ്രൽ 2 dx എന്താ? 2x + c. അപ്പോൾ വലിയൊരു പ്ലസ് സി ഉണ്ടാവും, വലിയൊരു പ്ലസ് സി ഉണ്ടാവും. നമ്മൾ ഓരോന്നിനും പ്ലസ് സി എഴുതണ്ട. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻ്റഗ്രൽ ഉണ്ടെങ്കിൽ അവസാനമായിട്ടൊരു സി ഇട്ടാൽ മതി.
യഥാർത്ഥത്തിൽ ഇവിടെ ഒരു സി ഉണ്ടാവും, ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്, ഇവിടെ ഒരു സി ഉണ്ടാവും, അടുത്ത ഇൻ്റഗ്രൽ ഉണ്ട് അതിനൊരു സി ഉണ്ടാവും, അങ്ങനെ ഓരോന്നിനും സി ഉണ്ടാവും. പക്ഷെ നമ്മൾ ഓരോന്നിനും സി എന്ന് ഇങ്ങനെ പ്രത്യേകം എഴുതണ്ട, ലാസ്റ്റ് ഒരു സി ഒറ്റ ഒന്ന് ഇട്ടാൽ മതി. ഓക്കെ, ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതൊക്കെ ആയി. ഇനി നമുക്ക് വേറൊരു ചോദ്യം. 1/Lx + m 1/Lx + m ഇൻ്റഗ്രൽ എന്താണ് ചോദ്യം? ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1/Lx + m എന്നാ. അപ്പം എന്താ ചോദ്യം? ഇൻ്റഗ്രൽ ദിസ് ഡി എക്സ് മറന്നു പോകണ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇൻ്റഗ്രേഷൻ്റെ പേപ്പർ, ഇങ്ങനെയുള്ള പേപ്പറൊക്കെ നോക്കുമ്പോൾ എപ്പോഴും ഉള്ളതാണ് ഡി എക്സ് മറന്നാണ്ട് ഡി എക്സ് എഴുതാതെ അങ്ങനെ. അത് വളരെ മോശമാണ്. ഡി എക്സ് എഴുതാതെ എന്നാലും പ്രശ്നമാണ്. ഡി എക്സ് നിർബന്ധമായിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക വരിക? Lx + m എല്ലും എക്സും എം ഒന്നും കണ്ടു ബേജാറാവണ്ട. എല്ലും എം ഒക്കെ കോൺസ്റ്റൻറ്റാണ്. എക്സ് ആണ് ഇവിടുത്തെ വേരിയബിൾ. കാരണം ഡി എക്സ് ആണല്ലോ. ഡി എക്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വേരിയബിൾ ആരാ? എക്സ് ആണ്. ഇൻ്റഗ്രേഷൻ ഒരു വേരിയബിൾ ഉണ്ടാവുമല്ലോ, അത് എക്സ് ആണ്. ചില സ്ഥലത്ത് അത് ടി ആയിരിക്കും. ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ ഉണ്ടായിരിക്കും എക്സാമിന്, LT + m dt. അങ്ങനെയാണെങ്കിലോ ടി ആണ് ഇവിടുത്തെ വേരിയബിൾ, എല്ലും എമ്മും കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താ? LT + m നമ്മൾ എന്ത് ചെയ്യുക? LT + m നമുക്കൊരു u കൊടുക്കുക, u എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ du/dt എന്താ വരിക? du/dt വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ടി ആണല്ലോ അവിടുത്തെ വേരിയബിൾ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി തന്നെ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ LTൻ്റെ ഡെറിവേറ്റീവ് എല്ലും വരും, എമ്മിൻ്റെ ഡെറിവേറ്റീവ് 0 വരും, എല്ലെന്ന് വരും. du/dt എല്ലെന്ന് കിട്ടും. അപ്പോൾ ഡിറ്റിനെ അങ്ങോട്ട് കൊടുക്കുക, എല്ലിനെ അങ്ങോട്ട് കൊടുക്കുക. എന്താണിത്? എല്ല്. അപ്പോൾ എല്ലിനെ അങ്ങോട്ട് കൊടുക്കുക, ഡിറ്റിനെ അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ dt = du/L എന്ന് വരും. du/L. Therefore integral I becomes, ഇതിനൊരു പേര് I എന്ന് കൊടുക്കുക, I becomes integral dt എന്ന് പറഞ്ഞാൽ du/L അതിനൊരു ബ്രാക്കറ്റ് കൊടുക്കുക. ഡിറ്റിക്ക് പകരം du/L അതിന് ബ്രാക്കറ്റ് കൊടുക്കുക. LT + m നമുക്ക് u എന്ന് കൊടുക്കുക, which is equal to L കോൺസ്റ്റൻ്റ് ആണ്, എല്ലിനെ പുറത്തെടുക്കുക. 1/L × ഇൻ്റഗ്രൽ 1/u du അല്ലേ? ഒരു 1/u പിന്നെ du ഉണ്ട്. It is equal to 1/L log mod u plus c equal to 1/L log mod u. u എന്താ? LT + m plus c. അതാണ് ആൻസർ. 1/L × log mod LT + m. ഇതിപ്പോൾ LTM എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നു. ഇതിപ്പോൾ ഇൻ്റഗ്രൽ 1/2x + 3 dx എന്നാണെങ്കിലോ ഇതന്നെയാണ് ചോദ്യം, ഇതന്നെയാണ് ഈ ചോദ്യം, ഇതേമാതിരിയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്താൽ എന്തായിരിക്കും ആൻസർ കിട്ടുക? നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഹോംവർക്കായിട്ട് ഇതും കൂടി ഒന്ന് ചെയ്തു, ഇതേമാതിരി ചെയ്തു നോക്കുക. 2x + 3ക്ക് u എന്നോ z എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. എന്നിട്ട് du/dx കാണുക. അവിടുത്തെ വേരിയബിൾ എക്സ് ആണ്. du/dx കാണുക. എന്നിട്ട് dx കാണുക. du/L എന്നോ അല്ലെ du/2 എന്നൊക്കെ വരും. അപ്പോൾ ആൻസർ കിട്ടുക ഇവിടെ 1/2 log mod 2x + 3 + c എന്നാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക. അതായത് എല്ലിൻ്റെ സ്ഥാനത്ത് ഇവിടെ 2ആണ്. 1/L log mod Lx + m + c 1/2 log ഇതല്ലേ കിട്ടുന്നത് നോക്കുക. അപ്പോൾ ഇതെന്താണ്? എക്സസൈസ് ആയിട്ട് ചെയ്യുക. എക്സസൈസ് ആയിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഹോംവർക്കായിട്ട് ചെയ്യുക. ഹോംവർക്ക് എക്സസൈസ്. ഓക്കെ, വീണ്ടും 4x + 5 ⁻6. വേറൊരു ക്വസ്റ്റ്യൻ. 4x + 5 ⁻6 ഇൻ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് എക്സ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇൻ്റഗ്രൽ dx എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇപ്പം വിചാരിക്കും ഇതൊരു f(x)n ഫോമില. പക്ഷെ ഇവിടെ f' ഉണ്ടോ? f' യഥാർത്ഥത്തിൽ ഉണ്ട്. കാരണം എന്താ പറയുക? ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 4x + 5 ഡെറിവേറ്റീവ് എന്താ? 4x + 5 ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ f(x) = 4x + 5 ആണെങ്കിൽ f' എന്താ? 4 വരിക. 4 × 1 + 0 4 എന്നാ വരിക. 4 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. x² അങ്ങനെ എക്സിൻ്റെ ഇതായിട്ട് പവറൊക്കെ ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ആ എക്സ് ഇവിടെ വരേണ്ടത്. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കോൺസ്റ്റൻറ്റിൻ്റെ മൾട്ടിപ്പിൾ വന്നാൽ പോരെ. അപ്പോൾ ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 ഉണ്ട് എന്നല്ലേ? ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 ഉണ്ട്. നമുക്ക് വേണ്ടത് 1ൻ്റെ ഒരു മൾട്ടിപ്പിൾ കിട്ടിയാൽ പറ്റുമല്ലോ. 1ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ 4, അല്ലെങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ 1? അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്പിളാണ്. 1ൻ്റെ മൾട്ടിപ്പിളാണ് 4, 4ൻ്റെ മൾട്ടിപ്പിളാണ് 1. എങ്ങനെ? 4 × 1/4 ചെയ്താൽ 1 കിട്ടും. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിളാണ് 1. അപ്പോൾ ഇവിടെ 1 ആയാൽ മതി. അപ്പോൾ ഒരു കുഴപ്പമില്ല ഇതിന്. ഇത് f(x)n × f' dx ഫോമിൽ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ഇത് എങ്ങനെയായിരുന്നു? ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊടുക്കും. ഇങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ പറയുക? 4x² + 5 ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ 8x എന്ന് കിട്ടും. 8x അപ്പം പെടും. അപ്പം പിന്നെ ഇവിടെ ഒന്നുമില്ല, 8x ഇല്ല.
8 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ഉള്ളൂ. 8x ഇല്ല. എക്സിനെ എവിടുന്ന് കൊണ്ടുവരും? വെറുതെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. 8നെ വേണേൽ നമുക്ക് കൊണ്ടുവരാം. എന്ത് 8 ഇവിടെയും കൊടുക്കുക, 1/8 ഇവിടെയും കൊടുക്കുക. പക്ഷേ എക്സിനെ കൊണ്ടുവരാൻ പറ്റുമോ? 8x ഇവിടെയും കൊടുത്തിട്ട് ഇവിടെ ഇൻ്റഗ്രലിൻ്റെ പുറത്ത് എക്സ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എക്സിനെ ഇൻ്റഗ്രലിൻ്റെ പുറത്ത് യഥേഷ്ടം എടുക്കാൻ പറ്റില്ല. കോൺസ്റ്റൻറ്റിനെ നമുക്ക് എടുക്കാമെന്ന് നമ്മൾ തിയറം പറഞ്ഞിട്ടുണ്ട്. കെ എഫിനെ എന്തെന്ന് പറയാം? കെ ഇൻറ്റു ഇൻ്റഗ്രൽ എഫ് എന്ന് പറയാം. പക്ഷേ എക്സ് എഫിനെ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ എഫ്, ഇൻ്റഗ്രൽ എക്സ് എഫിനെ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ എഫ് എന്ന് പറയണോ? ഇല്ല, ഇതൊരിക്കലും ശരിയല്ല. ഇത് തെറ്റാണ്. എക്സിനെ പുറത്തെടുക്കാനൊന്നും പറ്റില്ല. എക്സിനെ പുറത്തേക്ക് ഉള്ളൊക്കെ വെറുതെ എടുക്കാൻ പറ്റില്ല. കോൺസ്റ്റൻറ്റിനെ മാത്രമേ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 4x + 5 ആവുമ്പോൾ ഇത് പറ്റും. കാരണം എന്താ? ഇവിടെ 4x + 5ൻ്റെ ഡെറിവേറ്റീവ് 4 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായാലും വരിക? ഇതിൻ്റെ ആൻസർ 4x + 5 ² 7/7 ഉണ്ടാവും. പിന്നെ ഒരു 1/4 കൂടി ഉണ്ടാവും. 1/4. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഞാൻ ചെയ്യുമ്പോൾ അത് മനസ്സിലായി ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടത്. ഒരു z = 4x + 5 എന്ന് കൊടുക്കുക. z = 4x+. നമ്മൾ നേരത്തെ u എടുത്തുകൊണ്ട് u തന്നെ ആയിക്കോട്ടെ. u = 4x + 5. du/dx